നേതാക്കൾ വകവയ്ക്കുന്നുണ്ടോ? രാഹുൽ മാങ്കുട്ടം പുറത്തായി എന്ന് വി.ഡി. സതീശനും, എന്നാൽ അങ്ങനെ ഇയാളെ മാറ്റി നിർത്തേണ്ടതില്ല, അയാളെ കണ്ടാൽ സംസാരിച്ചാൽ എന്താ തെറ്റ് എന്നൊക്കെ ന്യായം പറഞ്ഞ് പിറകിലൂടെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ കാണിക്കുകയല്ലേ? അതീവ ഗുരുതരമായ ഒരു ആരോപണമല്ലേ നമ്മളെല്ലാം ഈ പറയുന്ന രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ, ചാനലിലൂടെ കേട്ടറിഞ്ഞത്? ആ കേട്ടറിഞ്ഞത് വസ്തുതയാണ് എന്നാണല്ലോ അദ്ദേഹം ഇതുവരെ അതിനെതിരെ പറയാതിരുന്നിട്ടുള്ളതും. രാഹുലിനോട് സംസാരിച്ചാൽ എന്താ കുഴപ്പം? രാഹുലിനകത്ത് കുഷ്ഠരോഗറ്റുണ്ട്. രാഹുലിനോട് സംസാരിക്കാൻ അതിനെക്കാണ വലിയ കേരളം കുലിക്ക സ്ത്രീ പീഡകരേറ്റല്ലേ നിങ്ങൾ നിയമസഭയുടെ കൊടുത്തിരിക്കണത്, നിങ്ങൾ കൊണ്ടിറക്കണത്. മുകേഷിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തില്ല. നിങ്ങൾ സ്വന്തം കാറിൻ്റെ ഉള്ളിലും കാറിൻ്റെ പുറത്തും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തോണ്ടല്ലേ ജനങ്ങളെ മുഖത്ത് കൊഞ്ഞനെ കുത്തിയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. അന്ന് നിങ്ങളെ ഈ വാദം എവിടെയിനി? ഇത് നമ്മളെ CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ്. ഇയാൾ പറയാ രാഹുലിനോട് സംസാരിച്ചാൽ എന്താണെന്നൊക്കെ കോൺഗ്രസ് പറയണത്. എന്താ രാഹുലിനോട് സംസാരിക്കണേന്? എത്ര രാഹുലിന് കുശരോഗമുണ്ടോ? രാഹുലിനോട് സംസാരിക്കും, രാഹുലിനെ കൊണ്ടു നടക്കും. രാഹുൽ MLA ആണ്, രാഹുലിനെ സംരക്ഷിക്കും. രാഹുലിനൊക്കെ പാർട്ടിയിലാണ്ട് ഒഴിവാക്കിയാണ്ട് പുറത്താക്കിയാണ്ട് പോകും ഞങ്ങൾ വിചാരിച്ച്. നിങ്ങളെ 4 ഊളന്മാരെ വർത്തമാനം കേട്ടുകൊണ്ട് ആ ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ വലിയൊരു പീഡക സംഘത്തിനെ കൊണ്ടിറക്കണേ, വലിയൊരു പീഡക സംഘത്തിനെ. PK ശശി, P ശശി, മുകേഷ്, ശ്രീരാമകൃഷ്ണൻ, കടകംപള്ളി സുരേന്ദ്രൻ, ഇങ്ങനെയാണ് പോവാ ലിസ്റ്റ്. അങ്ങനെ വലിയൊരു പീഡകരെ നിങ്ങൾ കൊണ്ടിറക്കണേ. ഇവിടെ കുറേ ചാനലിലും മരമ്പുരി ചാനലിലും ആർക്കും വേണ്ടാത്തൊരു വേശ്യ ചാനലിലൊക്കെ കുറേ വാർത്ത വന്നു എന്നല്ലാതെ പരാതിയുമായി ആരും രംഗത്ത് വന്നിട്ടില്ല. വെറ്റെ പരാതിയുമായി രംഗത്ത് വെറ്റെ എന്നിട്ട് പരിശോധിക്കട്ടെ. മുകേഷിൻ്റെ പേരിൽ പച്ചക്കാണ് സ്ത്രീകൾ വന്നാണ് പറഞ്ഞത്. പച്ചക്ക് സ്ത്രീകൾ വന്നിട്ട് മെഴുകിട്ട് അടച്ചാളാ എന്നാണ് പറഞ്ഞ ആ സ്ത്രീനോട്, ആ നടിനോട് പറയാ, ഇത് ആർക്കും കൊടുക്കൂലെങ്കിൽ മെഴുകിട്ടായിട്ട് അടച്ചു വെച്ചാളാ. പച്ചയിൽ വന്നിട്ട് ആ നടി ചാനലിൽ വന്നിട്ടാണ് പറഞ്ഞ് മുകേഷിൻ്റെ പേരടക്കം. എന്ത് നടപടി ഞങ്ങൾ സ്വീകരിച്ച്? ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഫോട്ടോസ്റ്റാറ്റ് ഫോണാണ്. ഫോട്ടോസ്റ്റാറ്റ് ഫോൺ ചെയ്ത ആളെ കാണില്ല, പേരറിയില്ല, നാടറിയില്ല, വീടറിയില്ല, ഒന്നും അറിയാത്തൊരു ഫോൺ ചെയ്ത് മരമ്പൂരി വേശ്യ ചാനലിൽ വന്നതിൻ്റെ പേരിൽ MLA സ്ഥാനം രാജിവെക്കുക. എങ്ങനെ MLA സ്ഥാനം കിട്ടിയത്? നിങ്ങളെ കൂട്ടുകക്ഷി BJP-നെ തുരത്തിയിട്ടാ രാഹുൽ മാങ്കുട്ടത്തിന് പാലക്കാട് ജയിച്ചത്. അതങ്ങനെ ഇങ്ങനെയാണ് രാജിച്ച് പോയാണ്ട് BJP-ക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നുള്ളത് ഒരു കാരണവശാലും CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി വിചാരിക്കണ്ട. കോൺഗ്രസ് രാഹുലിൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടാവും. കടൽ കിഴവന്മാർ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളൊപ്പം ഉണ്ടാവും. അവരൊക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടത്തിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകരുണ്ടാവും. ഒരു കാര്യത്തിൽ, ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എല്ലാം മനസ്സിലാക്കിയത് ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ അയാൾക്കും അയാളുടെ ഓഫീസിനെല്ലാം സംരക്ഷണ വലയം ഒരുക്കിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഉന്നത നേതാവായിട്ടുള്ള മണ്ണാർക്കാട്ടിലെ തെങ്കരയിലെ ശ്രീ പൗലോസ് മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് രാഹുൽ മാങ്കുട്ടം പോകുമ്പോൾ അവിടെ ബെന്നി ബഹനാനും തങ്കപ്പനുമെല്ലാം വേറെ കുറേ ചില കോൺഗ്രസിൻ്റെ നേതൃത്വം അവിടെ ഉണ്ടായിരുന്നു. രാഹുലിനോട് വലിയ എന്നും കാണാത്ത ഒരു ആവേശകരമായ സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് അവിടെ ചില കാഴ്ചകൾ കണ്ടത് എന്നാണ് ചില ആളുകൾ എന്നോടെല്ലാം പങ്കുവച്ചത്. അപ്പം ഇതുവരെ കാണാത്ത സ്വീകരണം രാഹുലിന് കൊടുത്തുന്നുണ്ടെങ്കിൽ അമ്മയിച്ചല്ലേ. അപ്പം ജനങ്ങളൊക്കെ രാഹുലിൻ്റെ ഒപ്പാണ്. ജനങ്ങൾ മുഴുവൻ രാഹുലിൻ്റെ ഒപ്പാണ്. രാഹുലിനെ ജനങ്ങൾ തള്ളിക്കളയുന്നില്ല. നിങ്ങൾ കുറച്ച് CPM-മാർക്ക് തള്ളിക്കളയണം. കാരണം അതിൻ്റെ ആവശ്യം എന്താ അതിൻ്റെ ആവശ്യം? നിങ്ങളെ പപ്പടം പൊടിക്കണ മാതിരിയാണ് പാലക്കാട് പൊടിച്ചിട്ട് പോകുന്നത് രാഹുൽ മാങ്കുട്ടത്തിൽ. അതന്നെ നിങ്ങളെ പ്രശ്നം. നിങ്ങളെ പ്രശ്നം തന്നെയാണ്.
നിങ്ങളെ പ്രശ്നം എന്താ? ഇരട്ടച്ചങ്കനെ കൊണ്ടുപോയി നിർത്തിയാണ് പാലക്കാട് പിടിക്കാൻ നീനി. ഇരട്ടച്ചങ്ക 10 പൈസക്കില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും സാഫി പറമ്പിലും ശ്രീകണ്ഠനൊക്കെയാണ് അവിടെ വേണ്ടത് എന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞു. ജനം രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്തു. അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങൾ വിചാരിച്ചിന് എന്തേനി അവിടെ നിങ്ങളെ CJP ജയിച്ചു കയറുന്നേനി. അതവിടെ പരാജയപ്പെട്ടു. അത് നിങ്ങളെ ചൊടിപ്പിക്കുന്നു. അതല്ല നിങ്ങളെ പ്രശ്നം. നിങ്ങൾ ഇതിൻ്റെ മുമ്പ് കുറേ ആരോപണം നീലപ്പെട്ടിയും ബ്രേസറും പാവാടയൊക്കെ ഉടനീനല്ലോ. അതൊക്കെ എന്തായി? പുല്ല് വില ജനങ്ങളെ വാക്കിന് കൽപ്പിക്കണില്ല എന്നുള്ളതല്ലേ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വരെ കാണാത്ത സ്വീകരണം കൊടുക്കുമല്ലോ. എന്താ സംശയം? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവ നേതാവാണ്. കൊടുത്തിരിക്കും, സപ്പോർട്ട് ചെയ്യും. പുറത്താക്കും, എടുത്തു കാണിന്നൊന്നില്ല. യാതൊരു ധാരണയ്ക്ക് വേണ്ട. കൊണ്ട് നടക്കും. പിണറായിൻ്റെ മുന്നിൽ കൊണ്ടേ നിർത്തന്നെ ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിനെ. എന്നിട്ട് വീണ്ടും വിജയ എന്ന് വിളിപ്പിക്കും. അതിൻ്റെ ഒപ്പം ബഹു ഉണ്ടാവില്ല. ബഹു ഇല്ലാതെ വിജയ എന്ന് വിളിപ്പിക്കും. ഉറപ്പിച്ചു പറയാം, ഞങ്ങളെ പ്രതിഷേധം നല്ലതുപോലെ തുടരും. വ്യാപകമായ പ്രതിഷേധം ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വനിതകളെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ടും അവരുടെ നേതൃത്വത്തിലും മഹിളാ അസോസിയേഷനും SFIയും DYFIയും ശക്തമായ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരും. ഇന്നലെ ഞങ്ങളൊരു പ്രത്യേക പ്രതിഷേധം നടത്തിയത് കണ്ടതാണല്ലോ DYFI. ആ രൂപത്തിൽ ജനങ്ങൾക്കാകെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. മാത്രമല്ല, ഇയാൾക്ക് എങ്ങനെയാ പാലക്കാട് മണ്ഡലത്തിലെ ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയുക? ആ വനിതകളെ ഇറക്കി പ്രതിഷേധിക്കണം, മഹിളകളെ ഇറക്കി പ്രതിഷേധിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാധനമാണല്ലോ. ആവശ്യത്തിനും അല്ലാത്തതിന് കണ്ടമാനുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ. ഒരുപാട് എണ്ണം കിടക്കണ്. ഐറ്റങ്ങളൊക്കെ ഇറക്കിക്കോളി, എന്നിട്ട് പ്രതിഷേധിച്ചോളി. ആരെ ഇങ്ങോട്ട് പ്രതിഷേധിക്കണ്ടായിരുന്നു? ഇങ്ങോട്ട് ആരെ പ്രതിഷേധിക്കണ്ടായിരുന്നു? രാഹുലിനെ തടയാനോ രാഹുലിൻ്റെ മേത്ത് കെടുക്കാനോ വന്നാൽ പ്രതിരോധിക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. 18,000 ചില്ലാനം വോട്ടിനാണ് രാഹുൽ പാലക്കാട് ജയിച്ചത്. അല്ല 1800 വോട്ടിനല്ല. 18,000 പരം വോട്ടിന് ഇരട്ടച്ചങ്കൻ കേരളം ഭരിക്കുമ്പോൾ നമ്പർ 1 കേരളത്തിൽ 18,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിച്ചു കയറിയത്. അത് മറക്കണ്ട. നിങ്ങളെ പ്രശ്നം അതാണ്. നിങ്ങളിപ്പോൾ കോൺഗ്രസ് നിന്ന് ഒരുത്തനെ കൊണ്ടുപോയാണ്ട് ഒരു ഉണ്ണാക്കനെ കൊണ്ടുപോയാണ്ട് അവിടെ കൊണ്ടുപോയാണ്ട് ഇരുത്തിക്കാണ്ട് ഇപ്പം ജയിപ്പിച്ചിട്ട് കടത്തിയെടുക്കുക. ഓൻ അവിടെ 1.5 ലക്ഷം വോട്ടിട്ടതൊക്കെ ഓൻ ബടായി പറഞ്ഞേന്. ഓനെ കൊണ്ടുപോയി കടത്തിപ്പനോട് ജയിപ്പിച്ചെടുക്കുക ശിക്കുക. നിങ്ങൾ അത് നടന്നില്ല. പിന്നെ നിങ്ങൾ വിചാരിച്ചു എന്തേനി? ഓൻ ജയിച്ചില്ലെങ്കിലും CJP ജയിക്കുന്നേനി. അതും നടന്നില്ല. പിന്നെ നിങ്ങളെ പ്രശ്നം എന്താണ്? ഒരുത്തൻ നിയമസഭയിൽ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പുറത്ത് പിണറായി വിജയ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് പോലെ ഒരുത്തൻ നിയമസഭയിൽ വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം. വെല്ലുവിളിച്ചും ചെയ്ത് ഇനിയും വെല്ലുവിളിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ആർക്കാ പിണറായി, ആർക്കാ രാജാവ്? നിങ്ങൾക്കല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിനും സാഫി പറമ്പലിനും ശ്രീകണ്ഠനും യുവ നേതാക്കന്മാർക്കും പിണറായി എന്ത് രാജാവാണോ? നിങ്ങൾക്കാണ് പിണറായി രാജാവ്. രാഹുൽ മാങ്കൂട്ടത്തിന് രാജാവല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാവാ. കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാ. ഇങ്ങക്ക് പറ്റൂല. കാരണം കോൺഗ്രസ് ഉറങ്ങി കിടക്കേനി. മറുനാട് ഷാജോ മാത്രമുള്ള പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഉറങ്ങി കിടക്കേനി. ആ ഉറങ്ങി കിടന്ന കോൺഗ്രസിനെ ഉണർത്തിക്കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടത്തില. അപ്പൊ ഇങ്ങക്ക് സഹിക്കൂല. പിന്നെ ബാക്ക് കൂടെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ ബാക്ക് കൂടെ മുന്നിൽ കൂടെ ഒക്കെ സഹായിക്കും. നിങ്ങൾക്കത്തൈന് നിങ്ങൾ ഒരു പിന്നെ ഹോൾസെയിൽ കട നടത്തുന്നില്ലേ? പീഡനത്തിന്റെ ഹോൾസെയിൽ നടത്തുന്നത് ആരാ? നിങ്ങളാ. പീഡനത്തിന്റെ ഹോൾസെയിൽ നടത്തുന്നത് നിങ്ങളാണ്. നിങ്ങൾ ആദ്യം നിങ്ങളെ പാർട്ടിയിലൊക്കെ നന്നാക്കി. നിങ്ങളെ പാർട്ടിയിലെ പീഡന വീരന്മാരെ നിങ്ങളൊന്ന് നന്നാക്കി എടുക്കി. കുറിച്ച് നിങ്ങളൊന്ന് അധിക്ഷേപിക്കി. നിങ്ങളൊന്ന് പ്രതിരോധിക്കി. ഇപ്പൊ KM ഷാജാന്റെ വീട് റെയ്ഡ് നടത്തിയത് എന്തിന്? ഷൈനിന്റെ തലന്റെ രൂപത്തിലുള്ള ക്ലിപ്പത്തേ കിട്ടു വെക്കാനാ? അതിനാ ഷാജാന്റെ വീട് റെയ്ഡ് നടത്തിയത്. ഷാജാൻ ആരോപണം ഉന്നയിച്ചു. ഷാജാനൊരു ആരോപണം ഉന്നയിച്ചു. അത് ഷൈനിനെ കുറിച്ചല്ല ആരോപണം ഉന്നയിച്ചത്. പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അതിനെന്തിനാ ഷാജാന്റെ വീട് റെയ്ഡ് നടത്തുന്നത്? അവിടത്തെ കൊണ്ടയച്ചിടണോ? മറ്റേ മാൻട്രേക്കിന്റെ മാറ്റത്തെ തല എന്തേ കൊണ്ടയച്ചു നോക്കാൻ അവിടെ റെയ്ഡ് നടത്തി, വീട് റെയ്ഡ് നടത്തി. ഇനി ഷാജാൻ ഒറ്റ വെറുതെ വിടുമോ? ഷാജാൻ എന്താ പറയുന്നത്? പിണറായിന്റെ പോലീസിനെ കാട്ടിഞ്ഞ് ഭയപ്പെടുത്തണ്ട. എന്തുകൊണ്ട് ഈ റെയ്ഡ് മുകേഷിന്റെ വീട്ടിൽ അന്ന് നടത്തിയില്ല?
നടിമാര് പച്ചക്ക് വന്നുകാണ്ട് പറഞ്ഞപ്പം മുകേഷിന്റെ വീട് എന്തേ അന്ന് റെയ്ഡ് നടത്താഞ്ഞ്, കടകംപള്ളിന്റെ വീട് എന്തേ റെയ്ഡ് നടത്താഞ്ഞത്, ശ്രീരാമകൃഷ്ണന്റെ വീട് എന്തേ റെയ്ഡ് നടത്താഞ്ഞത്, പി കെ ശശിന്റെ വീടൊന്നും എന്തേ റെയ്ഡ് നടത്താഞ്ഞ്, എൻ്റെ അവിടെ നിന്ന് റെയ്ഡ് നടത്താൻ നടക്കൂലേ? ഉളുപ്പുണ്ട ചങ്ങായിമാരെ, എങ്ങൾക്ക് ഉളുപ്പ് ലേശം ഉളുപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ആദ്യം പരിപാടി ഇട്ട് നടക്കൂ. പച്ചക്ക് ജനം വിലയിരുത്തല്ലേ ചങ്ങായിമാരെ നിങ്ങളെ കൊള്ളരുതായ്മ അല്ലേ? രാഹുൽ മാങ്കൂട്ട 18,000 വോട്ടിന് ജയിച്ചെന്നുള്ള സത്യങ്ങൾ തിരിച്ചറിയാം. പാലക്കാട് ഇനിയും ജയിക്കും. ഇനിയും കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥി തന്നെ പാലക്കാട് ജയിക്കുള്ളൂ. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. നിങ്ങൾ എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ച് നടന്നിട്ടും കാര്യമില്ല. അവിടെ പാലക്കാട് UDF ഇനിയും പിടിച്ചെടുക്കും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിനെ കണ്ട് പുറത്താക്കിയിട്ട് നിങ്ങളെ പ്രതിരോധിക്കുന്ന ആളുകളെ കണ്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് സൗകര്യം ഒരുക്കി തരും എന്ന് കടൽ കിയവന്മാരാരെങ്കിലും, കോൺഗ്രസിലെ കടൽ കിയവന്മാരാരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി. യുവാക്കളുണ്ട് അതിനൊപ്പം, രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പ്രവർത്തകരുണ്ട്, യുവാക്കളുണ്ട്. ഒരു കാരണവശാലും മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിനെ പുറത്താക്കൂല. ബാക്ക് കൂടെയല്ല പിന്തുണ, മുന്നും കൂടെ തന്നെ കൊടുക്കും. നിങ്ങൾ കണ്ട മാതിരി എന്താ ചങ്ങൾ കൂട്ടിക്കോളി.